ഇന്ന് ജന്മദിനാഘോഷിക്കുന്ന ജോപോൾ പുല്ലോക്കാരൻ, ആൻലിയ ആൻസൺ ഏറാട്ടുപറമ്പിൽ, ആഷ്ന ജെയ്സൺ തൊടുപറമ്പിൽ, ക്രിസ്ത്യൻ അവണത്തുംപറമ്പിൽ, ഐറിൻ ജോയ് കളത്തിക്കൽ എന്നിവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകി ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. ദൈവമിന്റെ രക്ഷകൻ, ദൈവമിന്റെ നായകൻ, ദൈവമിന്റെ ആശ്രയം, ദൈവമിന്റെ സർവ്വതും. See
സമ്മോഹം മധുരമങ്ങേ മഹിമയിൽ മറയുവാനെന്താകും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. എന്റെ സഹോദരൻ, നിങ്ങൾ ഇരുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും. കർത്താവ് ബാൽ പെയോർ നിമിത്തം ചെയ്തതെന്താണെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽ പെയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്റെ സഹോദരരെ, കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രവദിച്ചാലോ. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പണിതുയർത്തുന്നില്ല. ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ മറ്റുള്ളവന്റെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും ഭക്ഷിക്കാതിരിക്കുന്നതല്ല, അല്ലാതെ ഭക്ഷിക്കുവിൻ. കാരണം ഭൂമിയും അതിലെ സകലതും കർത്താവിൻ്റെതാണ്. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നതെന്നും മനസാക്ഷിത്വത്തില്ലാതെ ഭക്ഷിക്കുവിൻ. എന്നാൽ ആരെങ്കിലും ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവരെയും അവന്റെ മനസാക്ഷിയെ പ്രതി നിങ്ങൾ ഭക്ഷിക്കരുത്. സ്വന്തം മനസാക്ഷിയല്ല അവരുടേതാണ് ഞാൻ വിമർശിക്കുന്നത്. എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവന്റെ മനസാക്ഷിയാൽ എന്തിനും വിധിക്കപ്പെടണം. കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കുപറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചതിനെ പറ്റി എന്തിനു കുറ്റാരോപിതനാകണം? നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമതത്തിനു വേണ്ടി ചെയ്യുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 57 മുതൽ 13-ാം അധ്യായം 5 വരെയുള്ള തിരുവചനങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല? നിന്റെ എതിരാളിയോടുകൂടി അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക. അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കലേക്ക് വലിച്ചൊഴയ്ക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ തുട്ടുവരെ കൊടുത്തു വിട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. അവർ ചോദിച്ചു, ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ
എല്ലാ ജെറുസലേം നിവാസികളെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കാലാവസ്ഥയുടെ ഗതിവിഗതികൾ തിരിച്ചറിയാൻ, അടയാളങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും മനുഷ്യന് വലിയ കഴിവുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പ്രളയത്തെക്കുറിച്ചുള്ള ആശങ്കകളും കൊറോണ വൈറസിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രളയം, ഞാൻ കഴിഞ്ഞ ദിവസം വീടുകളിൽ പോയപ്പോൾ ഒരുപാട് വീടുകളിലൊക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് രണ്ടാമത്തെ നിലയുള്ളവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് സാധനങ്ങൾ കയറ്റി വെച്ചവരുണ്ട്. അതല്ലെങ്കിൽ പ്രളയം വരുമ്പോൾ താമസിക്കാൻ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ മുറികൾ എടുത്തവരുണ്ട്. അപ്പോൾ വലിയ വലിയ സൂചനകളുണ്ട്. അതുകൊണ്ട് അതിനനുസൃതമായി കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ നാശനഷ്ടം നേരിടുന്നതുകൊണ്ട് ഈ വർഷം നാശനഷ്ടം നേരിടാതിരിക്കാൻ എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കണമെന്ന് ജനം ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ, കൊറോണ വൈറസിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഏതൊക്കെ പ്രതിവിധികൾ സ്വീകരിക്കാൻ പറ്റും, ആ പ്രതിവിധികളിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് നമുക്ക് ഒരു ബസ് സമരം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളുകളില്ല, മുടക്കാവുന്ന സ്ഥലങ്ങളൊക്കെ മുടക്കും. പക്ഷെ ഇന്ന് ഒരു ബസ്സില്ലാത്തത് നമ്മളെ ആരെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ്? അതിനോട് പൊരുത്തപ്പെട്ട് സ്വന്തം വാഹനങ്ങളിലൂടെ അവൻ പോകാനായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ അവന്റെ യാത്രകളെ നിയന്ത്രിക്കാനായിട്ട് പഠിച്ചു. ജനക്കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പഠിച്ചു. ഒരുപാട് അനാവശ്യമായ ആശങ്കകളുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ മനുഷ്യൻ പഠിച്ചു. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തില് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവികമായ സന്ദേശങ്ങളെ, രക്ഷാകരമായ സന്ദേശങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവയോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും നമ്മൾ പരാജയപ്പെടും. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം. എന്നിട്ട് രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. പീലാത്തോസ് ഗലീലയക്കാർ അർപ്പിച്ചിരുന്ന ബലികളിൽ അവരെ തന്നെ കൊന്നുകളഞ്ഞ് രക്തം കലർത്തിയത്, അല്ലെങ്കിൽ സിലോഹായിലെ ഗോപുരം വീണ് 18 പേര് മരണമടഞ്ഞവർ. ഈ രണ്ട് സംഭവങ്ങൾ കർത്താവ് എടുത്തു കാണിട്ട് കർത്താവ് പറയണം, നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് പഠിച്ചത്? അന്നും ഇന്നും ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളോ അതല്ലെങ്കിൽ അനിഷ്ടകരമായ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പാപമാണ്, അതല്ലെങ്കിൽ അവരുടെ പൂർവികരുടെ പാപങ്ങളാണ്. എന്തെങ്കിലും വൈകല്യങ്ങളോടുകൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെയും അവരുടെ പൂർവ്വപിതാക്കന്മാരുടെയും പാപമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ചിന്താഗതി ഇന്നുണ്ട്. സ്വന്തം കാര്യത്തിൽ വരുമാനം അത് പറയില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ വളരെ കൃത്യതയോടെയും കണിശതയോടെയും വിധി കൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഈശോയുടെ കാലത്ത് മാത്രമല്ല ഇന്നുണ്ട്. പക്ഷെ കർത്താവ് പറയാം, ഈ രണ്ട് സംഭവങ്ങളുടെ പുറകില് അവര് മറ്റെല്ലാ ഗലീലയക്കാരേക്കാൾ അല്ലെങ്കിൽ ആ ഗോപുരത്തിൽ വരാതിരുന്നവരെക്കാളും മോശക്കാരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർ കരുതുന്നവരവിടെ ഉണ്ട്. അവരങ്ങനെ കൊല്ലപ്പെട്ടതിന്റെ പുറകിലും ഗോപുരം ഇടിഞ്ഞു വീണതിന്റെ പുറകിലും ഒക്കെ അവിടെ കൂടിയിരുന്ന ആളുകളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും പശ്ചാത്തലം വളരെ മോശമായിരുന്നത് കൊണ്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹവും ഒരു കാലഘട്ടവും ഈശോയുടെ കാലത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ചോദ്യം ഈശോ ചോദിക്കുന്നത്. പക്ഷെ ഈശോ പറയുന്നു, ഇതൊന്നും അങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് ഒരു സൂചനയാണ്. നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതിനും ഒരു രക്ഷയുടെ അടയാളത്തിലേക്ക് കടന്നു വരാനായിട്ട്, ഒരു മാനസാന്തരത്തിന്റെ മാർഗത്തിലൂടെ കടന്നു പോകാനും കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന രക്ഷയുടെ സൂചനയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ അനിഷ്ടകരമായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കുള്ള ആരോപണങ്ങളല്ല നിങ്ങൾ നടത്തേണ്ടത്. പകരം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ
അത് തിരുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം ഇതിനെ കരുതുക. അതുകൊണ്ട് കാലത്തിന്റെ ഗതിവിഗതികളെയും കാലാവസ്ഥയെയും കുറിച്ച് അറിയാനും പ്രതികരിക്കാനും നിങ്ങൾക്ക് കഴിവുള്ളതുപോലെ ദൈവത്തിന്റെ രക്ഷാകരമായ സന്ദേശങ്ങളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് എന്റെ ജീവിതം ക്രമപ്പെടുത്താനും നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഉന്നയിക്കുന്നതിലല്ല, പകരം മാനസാന്തരത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയി എന്റെ ജീവിതം രക്ഷാകരമാക്കി മാറ്റാനാണ് കർത്താവിന്റെ ഓരോ സന്ദേശങ്ങളും. നമുക്കറിയാലോ, സുവിശേഷങ്ങളോടെ കടന്നുപോയി കഴിഞ്ഞാല് ഒരുപാട് സൗഖ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് കൊടുക്കുന്നത്. ഈ രണ്ട് സൗഖ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒന്ന് കർത്താവിന്റെ സ്പർശനം, ഒന്ന് കർത്താവിന്റെ വചനം. എവിടെ അത്ഭുതങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവിന്റെ വചനമുണ്ട്, അവിടെയൊക്കെ കർത്താവിന്റെ സ്പർശനമുണ്ട്. ഇന്നും നമുക്ക് സൗഖ്യം തരാൻ കഴിയുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. നിന്റെ മാനസാന്തരത്തിന്റെ കാര്യത്തിലായാലും, നിന്റെ രോഗാവസ്ഥയിലായാലും, നിന്റെ പീഡനങ്ങളിലായാലും, സകല അവസ്ഥയിലും നിനക്ക് സൗഖ്യം തരാൻ, നിനക്ക് സന്തോഷം തരാൻ, നിനക്ക് സമാധാനം തരാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങള്. ഒന്ന് കർത്താവിന്റെ കരസ്പർശനം, ഒന്ന് കർത്താവിന്റെ വചനം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകണം ഈ വചനത്തിന് നിശ്ചിതമായ ഒരു ജീവിതം നയിക്കാനും കർത്താവിന്റെ സൗഖ്യദായകമായ കാര്യത്തെ സ്പർശിക്കാനും. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഇവ രണ്ടിനും കഴിവുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സൗഖ്യദായകമായ കരത്താൽ എന്നെ സ്പർശിക്കണമേ. നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ആഞ്ഞു കയറുവാനും ആ വചനത്തിനനുസൃതമായ ജീവിതം നയിച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനും എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷിക്കാം. ശിഷ്യന്മാരെ നയിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ രോഗദർശനായ മാർ പുള്ളി മെത്രാനെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകാൻ വിജയകരമെന്നാകുമ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നതിനാൽ ചെയ്ത വിശായി സുവിശേഷ ഭാഗ്യം ജീവിച്ചുകൊണ്ട് അങ്ങനെ സത്യന്റെ സാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നാകുമ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലീഗായുടെ മാതിരി അനുസരിച്ച് അങ്ങയോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്നാകുമ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിൽ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശംസിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്നാകുമ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി അങ്ങയുടെ ബലിയോട് ചേർത്ത് തങ്ങളുടെ ജീവിത ബലിയർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് അങ്ങയുടെ ആരോഗ്യം അവർക്ക് നൽകണമെന്നാകുമ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ ഇറങ്ങണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അതിഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സർവ്വത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. Oh
കൃതജ്ഞ
സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും മരുതാപൂർവശത്തോടുകൂടെ കർത്താവിന്റെ പറയുമ്പോൾ വിളിച്ചപേക്ഷയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നടക്കുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദം സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ അതിലുള്ള സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാര രോഗികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരോഗികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധി അനവരകം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത
അങ്ങയുടെ സദൃശനും അങ്ങയെന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപൊലീതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപൊലീതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയുള്ള പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും വന്നവരുടെയും രക്തസാക്ഷികളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാ
ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ നികാവറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവരണീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, ദൈവങ്ങളുടെ രഹിതരും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധോദ്ദീപദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായി നിന്റെ നാമത്തിൽ ആദര ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതിക്കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിലിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Thank you.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും മക്കളോട് സമർപ്പിക്കാം. അൻകാപത്തിലുള്ള വാദശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റ് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചന യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവയുടെ സഭയിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രവർത്തിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീതാദൈവവുമായ രഹസ്യത്തെ സമർപ്പിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാടുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതമായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ
കർത്താവെ, നിങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായി ആചാരത്തിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതികരമാം വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശു വിരവോടു നമ്മെ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമാജ്ഞാൻ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവരിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധി വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശക്തിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവര അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടി. കുരിശടയാൽ വഴിയാണ സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. വൈദ്യർക്ക്